പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കേബിൾ താത്തുവാണ്. അപ്പോൾ ലീക്കേജ് വരുമ്പോൾ ഈ ബൾബിൻ്റെ ലൈറ്റ് ശ്രദ്ധിച്ചോളൂ. കണ്ടോ, ബൾബ് വയ്യ പ്രകാശിച്ച് വരുന്നു, ബ്രൈറ്റ്നസ് കൂടി വരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാരണക്കാരനേക്കാൾ ഉപരി നമുക്ക് ഇലക്ട്രീഷ്യന്മാരും ടെക്നീഷ്യന്മാർക്കൊക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. മെയിനായിട്ട് ഈ ബോർവെൽ പമ്പിൽ വരുന്ന കേബിളിൻ്റെ കംപ്ലയിൻറ്റ് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം, അതെങ്ങനെ കണ്ടെത്താം എന്നുള്ളൊരു വീഡിയോയാണ്. ഇന്നത്തെ വീഡിയോ നമുക്ക് ബിനിച്ചേട്ടനാണ് അതിലെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ബിനിച്ചേട്ടന് ക്യാമറ കൈമാറുകയാണ്. ബിനിച്ചേട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. 2-3 ആഴ്ചയായി നമുക്ക് 2-3 വീഡിയോ ചെയ്യാൻ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം സാധിച്ചില്ല. ഔദ്യോഗികമായി പറയില്ലേ, സാങ്കേതിക കാരണം മൂലം ഇന്നത്തെ പ്രക്ഷേപണം സാധിച്ചില്ല എന്ന് പറഞ്ഞ പോലെ ആ തടസ്സങ്ങളെല്ലാം നീങ്ങി നമ്മൾ പുതിയ വീഡിയോയിലേക്ക് പ്രവേശിക്കുകയാണ്. ബോർവെല്ലിലെ കേബിളുകൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. സാധാരണ കേസുകളിൽ പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കംപ്ലയിൻ്റാണിത്. നമ്മൾ കേബിൾ ചെക്ക് ചെയ്താൽ കേബിൾ ഓക്കെയാണ്, പക്ഷേ മോട്ടോർ റൺ ആവില്ല. മോട്ടോർ ഹൈ ആംബിയർ ആയിരിക്കും. മോട്ടോറിന് കംപ്ലയിൻറ്റ് പുറത്തെടുത്ത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ മോട്ടറിന് യാതൊരുവിധ കംപ്ലയിൻറ്റും കാണുകയില്ല. ഈ മോട്ടോർ റൺ ചെയ്യിച്ചുകൊണ്ട് ബോർവെല്ലിലേക്ക് നമ്മൾ ഇറക്കി വിടുകയാണെങ്കിൽ അന്നേരം പമ്പ് ചെയ്യുകയും വീണ്ടും ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോൾ ഹൈ ആംബിയറായി മോട്ടറിൽ ചെയ്യുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അതിന് കാരണക്കാരായ ഒരു സംഭവമാണ് ഈ കേബിളിൻ്റെ ഫോൾട്ട്. ഈ കേബിളിൻ്റെ ഫോൾട്ട് പ്രധാനമായിട്ടും ഞാനിപ്പോൾ ഇത് അങ്ങനെ എനിക്ക് കംപ്ലയിൻ്റായി കിട്ടിയൊരു കേബിളാണ്. ഒരു സൈറ്റിൽ നിന്ന് കംപ്ലയിൻ്റായി കിട്ടിയൊരു കേബിളാണ്. ഇതിനകത്ത് കുറച്ച് പോയിൻറ്റ്സുകൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അത് കാണിക്കാം. പക്ഷേ അത് സംടൈം വീഡിയോയിൽ കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഈ കേബിളിൽ നോക്കിക്കോളൂ, നിങ്ങൾ കോമൺ ആയിട്ട് നോക്കിക്കോളൂ. ഈ കേബിളിൽ എന്തെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വ്യക്തമാവുന്നുണ്ടോ എന്ന് വേണ്ട. അത് ഞാൻ അതിൻ്റെ ഇത് പറഞ്ഞുതരാം. പ്രത്യേകിച്ച് ഒന്നും കാണാൻ ചിലപ്പോൾ കിട്ടിക്കാണില്ല. ഇത് നോക്കുക, ഈ പോയിൻ്റ് നോക്കുക. ഇവിടെ ഇതുണ്ട്, ചെറുതായിട്ട് വെള്ളം ഞാനിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വെള്ളം പുറത്തേക്ക് വരുന്നതുണ്ടോ. ഇതൊരു ചെറിയ ഹോള് പോലെ വീണേക്കണതാണ്. ആ ഹോള് നമ്മുടെ ഉള്ളിലൂടെ പോകുന്ന വയറിൽ നിന്നും ലീക്കേജായിട്ട് വരുന്ന ഇതിലൂടെ സപ്ലൈ എർത്തായിട്ടാണ് നമുക്ക് ഈ കംപ്ലയിൻറ്റ് വരുന്നത്. ഇങ്ങനെ ഈ കേബിൾ പലയിടത്തും ഉണ്ട്, കുറേ അധികം സ്ഥലത്തുണ്ട്. ഈ കേബിൾ കണ്ടിന്യൂസ് ചെക്ക് ചെയ്താലോ അല്ലെങ്കിൽ അതിൻ്റെ ഓംസ് ചെക്ക് ചെയ്താലോ ഒരു പ്രശ്നവും കാണിക്കില്ല, പക്ഷേ മോട്ടർ വർക്കാവുകയില്ല. ഇനി നമുക്കിതിൻ്റെ ഈ കേബിളിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. സീരീസിലും മൾട്ടിമീറ്ററിലും ചെക്ക് ചെയ്യാം. അപ്പോൾ അത് വ്യക്തമാക്കി തരാം. കേബിൾ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യാൻ എളുപ്പമാർഗ്ഗം 3 എൻഡുകളും ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് മൾട്ടിമീറ്റർ ഏതെങ്കിലും പ്രോബുകൾ തമ്മിൽ ടച്ച് ചെയ്യുകയായിരിക്കും. മീറ്ററിൻ്റെ എറർ എത്രയാണെന്ന് നോക്കട്ടെ കേട്ടോ. 2 ohms മീറ്റർ എറർ റീഡിംഗ് ഉണ്ട്. 4 ohm അതായത് 2 ohms ആണ് ഈ കേബിളിൻ്റെ ടോട്ടൽ വയറിൽ വരുന്ന റെസിസ്റ്റൻസ് ആയിട്ടുള്ളൂ. ഈ 2 കേബിളും തമ്മിൽ ബ്രേക്ക് ഒന്നുമില്ല. ഇനി അത് സീരിയൽ ബൾബിലും നോക്കാം. അതുപോലെ സീരിയലിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ബൾബ് കണ്ടിന്യൂറ്റി ഉണ്ടോ, എല്ലാത്തിലും ബൾബ് ഫുള്ളായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്. കേബിളിന് യാതൊരുവിധ കംപ്ലയിൻറ്റും ഇല്ല. ഇനി ഇതിൻ്റെ എർത്ത് ഫോൾട്ട് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് മോട്ടറിൽ കൊടുത്ത് മോട്ടർ റൺ ചെയ്യിച്ച് കാണിച്ചു, അതും കൂടെ ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ മോട്ടർ റണ്ണാവുന്ന മോട്ടറാണ്. ഇതിലേക്ക് ഞാൻ ഈ കേബിൾ കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ മോട്ടറിലേക്കുള്ള കണക്ഷൻ കൊടുക്കുകയാണ്. ബ്ലൂ, യെല്ലോ, റെഡ്. ഈ എൻഡിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ആ കേബിളിൻ്റെ മറ്റേ എൻഡിൽ കപ്പാസിറ്ററും ലൈനും കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കേബിള് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള, ഈ എർത്ത് ഫോൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം. 2 രീതിയിലാണ് ഇത് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, കേബിൾ നമ്മൾ വെള്ളത്തിലിട്ട് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ മോട്ടർ ഉൾപ്പെടെ ചെക്ക് ചെയ്യണമെങ്കിൽ മോട്ടറിലെ ലൈൻ ന്യൂട്രൽ വയർ ഡിസ്കണക്ട് ചെയ്യുക. എന്നിട്ട് ഫേസ് ലൈൻ മാത്രം കൊടുത്തുകൊണ്ട് മോട്ടറിലേക്ക് പോകുന്ന ആംബിയർ ചെക്ക് ചെയ്താൽ ചെറിയ ലീക്കേജ് 1 ആംബിയർ 2 ആംബിയർ ഒക്കെ ചിലപ്പോൾ ലീക്കേജ് കറണ്ട് കാണിക്കും. ഇനി നമ്മൾ വെള്ളത്തിലിട്ട് ഈ കേബിൾ എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അത് നമ്മളൊരു ബൾബിൻ്റെ സഹായത്തോടെയാണ് നമുക്കത് ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ എൻഡ് ഫ്രീ ആയിട്ട് ഓപ്പൺ ആക്കിയിട്ടുകൊണ്ട് ഈ കേബിൾ വെള്ളത്തിലേക്ക് ഇറക്കി വിടുക. കുറച്ച് ഭാഗം ഞങ്ങൾ ഇറക്കി വിടാം. ഇങ്ങനെ ഇറക്കി. ഇതൊക്കെ ആ കംപ്ലൈൻ്റ് ഉള്ള പോയിൻറ്റുകളാണ്. ഈ ടേപ്പ്
ചെയ്ത് മാർക്ക് ചെയ്തേക്കുന്നത്. എൻഡ് നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്നു. ഇനി ആ കേബിളിൻ്റെ മറ്റേ എൻഡാണിത്. ഇത് കേബിള് ഡാമേജ് എന്ന് പറയാനില്ല. കേബിൾ ഒരു ക്വാളിറ്റിയുള്ള കേബിളാണ്. അതുണ്ട്, കറുത്തിട്ടൊന്നുമില്ല. കോപ്പർ അങ്ങനെ തന്നെ നിൽക്കണം. അതുകൊണ്ട് ഒരു ഏകദേശം ഒരു 6-7 വർഷം പഴക്കമുള്ള കേബിളാണിത്. ഇനി ഈ കേബിള് ഈ 3 എൻഡ് ആദ്യം നമുക്ക് ഈ 3 എൻഡും കൂടെ കൂട്ടിപ്പിരിച്ചിട്ട് ലൈവിൽ കൊടുക്കാം. ഇത് കണക്ട് കേബിള് നമ്മൾ ഫേസ് ലൈൻ കൊടുത്തു. ഇത് ഫേസാണ്. ഫേസ് ലൈനിൽ കേബിൾ കണക്ട് ചെയ്തു. ഇത് ന്യൂട്രലാണ്. അപ്പോൾ ബൾബിൻ്റെ ഒരെൻഡ് നമ്മൾ ന്യൂട്രലിൽ നിന്ന് എടുത്തു. ബൾബ് സീരീസ് ബൾബിൻ്റെ എൻഡ് ന്യൂട്രലിൽ നിന്ന് എടുത്തിട്ട് ആ എൻഡ് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടു. ഈ വെള്ളത്തിലേക്ക് ഇട്ടു. പക്ഷേ ഇതിനകത്ത് എവിടെയുണ്ടൊരു പ്രശ്നം. ചിലപ്പോൾ ഈ ബൾബ്, ഈ സാധാ ബൾബ് അത് റീഡ് ചെയ്തെന്ന് വരില്ല. നമ്മളതുകൊണ്ട് LED ബൾബ് ഉപയോഗിക്കണം. ഇത് കണ്ടോ, LED ബൾബിൻ്റെ റീഡിങ് കിട്ടിയത് കണ്ടോ. LED ബൾബ് പയ്യെ കത്തി നിൽക്കുന്നു. പക്ഷേ നമ്മൾ സാധാ ഒരു ബൾബ്, നമ്മൾ ടെസ്റ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്ന ബൾബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു എഫക്റ്റും കിട്ടില്ല. LED ഇത്. ഇനി നമുക്ക് നമ്മൾ ഉപയോഗിച്ചിരുന്ന കേബിൾ നമുക്ക് വെള്ളത്തിൽ നിന്ന് ഉയർത്തി നോക്കാം. ഈ ബൾബിൻ്റെ ഗ്ലോ ഡെൻസിറ്റി ശ്രദ്ധിച്ചോളുക. അറിയാൻ പറ്റില്ല വീഡിയോയിൽ. ഓക്കെ, കുറഞ്ഞു വരും. ബൾബ് ഓഫായി. നോക്കട്ടോ, ഞാൻ താഴ്ത്താം, കേബിൾ താഴ്ത്താം. കണ്ടോ, അതായത് കറണ്ട് ലീക്കേജ് കൂടി വരുന്നതനുസരിച്ച് ബൾബിൻ്റെ പ്രകാശം കൂടി വരുന്നത് ശ്രദ്ധിക്കാം. അത് വീഡിയോയിൽ അത്ര ക്ലിയർ ആയില്ല. അടുപ്പിച്ച് നോക്കി. ഉണ്ടോ? ബൾബ് ഞാൻ കേബിൾ താത്തുവാണ്. അപ്പോൾ ലീക്കേജ് വരുമ്പോൾ ഈ ബൾബിൻ്റെ ലൈറ്റ് ശ്രദ്ധിച്ചോളാം. കണ്ടോ, ബൾബ് പയ്യെ പ്രകാശിച്ച് വരുന്നു. ബ്രൈറ്റ്നസ് കൂടി വരുന്നു. അതാണ് ലീക്കേജ്. ഇത്രയുമാണ് ഈ കേബിളിൻ്റെ ലീക്കേജ് ശരിക്കും പറഞ്ഞത്. ഇതിനി കൂടുതലാവുന്നതനുസരിച്ച് ബൾബ് പ്രകാശം കൂടി വരും. നോക്കിക്കോളുക, ബൾബിൻ്റെ എർത്ത്, കേബിളിൻ്റെ എർത്ത് കിട്ടുന്നതനുസരിച്ച് ബൾബ് പ്രകാശിച്ച് വരും. അത് എർത്ത് കൂടുതലാവണതനുസരിച്ച് ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കൂടി വരും. അത്യാവശ്യം നല്ല കളർ. അപ്പോൾ അത്യാവശ്യം ബൾബ്, കാരണം ഇനിയുണ്ട് കേബിൾ താഴേക്ക് പോകാൻ. ഫുൾ ഇതല്ല. ഇപ്പോൾ ഏകദേശം ഈ കംപ്ലയിൻറ്റ് അനലൈസ് ചെയ്യാൻ ഇതും വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ 3 കേബിളും കൂടെ ഉള്ള ലീക്കേജാണ് നോക്കിയത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഒരേ കേബിളും ചെക്ക് ചെയ്യാം. 3 വയറിൽ ഏത് വയറിലാണ് ആ എർത്ത് ഫാൾട്ട് വരുന്നതെന്ന് ചെക്ക് ചെയ്യാൻ ഒരേ വയർ സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്യുക. റെഡ് വയർ ലീക്കേജ് ഉണ്ട്, ഇതിലുണ്ട്. ഇതിപ്പോൾ 3 വയറിലും കാണിക്കുന്നുണ്ട്. 3 വയറിലും ആ ലീക്കേജ് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരെൻ്റെ അവിടെ ഫ്രീ ആണ്. അത് നിങ്ങൾ കാണിച്ചേക്കാം. ഇത് ഈ കിടക്കണം. അങ്ങനെ ഫ്രീ ആക്കി ഇട്ടിട്ട് വേണം നമ്മൾ ചെക്ക് ചെയ്യാൻ. 50-60 അടി വരെ ആഴത്തിൽ ഈ മോട്ടോർ സുന്ദരമായിട്ട് വർക്ക് ചെയ്യും. അതിൽ ഒരു 75-100 അടിയിലേക്ക് പോകുമ്പോൾ ഈ ലീക്കേജ് കൂടുതലായി വന്നിട്ട് മോട്ടറിലേക്കുള്ള കറണ്ട് വോൾട്ടേജ് എല്ലാം കുറഞ്ഞ് മോട്ടർ സ്റ്റക്കായി ഹൈ ആംപിയറായിട്ട് കാണിക്കും. അപ്പോൾ മോട്ടർ കര വെച്ച് നമ്മളൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി മോട്ടർ ചെക്ക് ചെയ്യാൻ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും യാതൊരു കംപ്ലയിൻറ്റും മോട്ടറിനോ പമ്പിനോ ഇല്ല. നമ്മുടെ ELCB നിൽക്കില്ല, ഇവിടെ എന്താ ഇത് കംപ്ലയിൻറ്റ്, കേബിൾ ചെക്ക് ചെയ്താൽ കേബിളിന് പ്രശ്നമില്ല. ഇങ്ങനെ എല്ലാവർക്കും ഒത്തിരി പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യാൻ ഭയങ്കര ഇത് ബുദ്ധിമുട്ടുള്ളൊരു കംപ്ലയിൻ്റാണിത്. ഈ കേബിൾ ചെക്ക് ചെയ്യേണ്ട വിധം അത്യാവശ്യം മനസ്സിലായി കാണുന്നു എന്ന് വിചാരിക്കും. സംശയമുള്ളവർക്ക് ചോദിക്കാം. ഇതിൻ്റെ കമൻസിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഒരു ദിവസം പറഞ്ഞു തരും. അതുപോലെ ഇത് ഇത്തിരി റിസ്ക് ഉള്ള വർക്കാണ്. നമ്മൾ അത്യാവശ്യം ലൈവിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തീർത്തും ഇത് ഫീൽഡിൽ എക്സ്പീരിയൻസ് അല്ലാത്ത ആൾക്കാർ ഈ പണിക്ക് പോകണമെന്ന് ഞാൻ അഭിപ്രായപ്പെടില്ല. കാരണം സപ്ലൈ ഈ ബാരലിൽ വരുന്നുണ്ട്, കേബിളിൽ വരുന്നുണ്ട്, സീരിയൽ ബൾബിൽ, അങ്ങനെ പലയിടത്തും ലൈവ് സപ്ലൈ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ സപ്ലൈക്ക് ഒരു അവയർനെസ് ഉള്ള ആൾക്കാർ മാത്രം ഈ രീതിയിൽ കേബിൾ ചെക്ക് ചെയ്യാൻ മുതിരുക. അല്ലാത്തവർ എപ്പോഴും ടെക്നീഷ്യൻ്റെ സഹായം തേടുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.
എനിക്ക് തോന്നുന്ന ഒരു പരിധിവരെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കംപ്ലയിൻറ്റും പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ പറയുക മറ്റൊരാളുടെ അടുത്ത് നിന്ന് കിട്ടാത്ത ഒരു അറിവുമാണ് എന്ന് ബിനിച്ചേട്ടൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്